നമസ്കാരം. ലൈവ് at 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. 50ാം ദിവസം സമരം കടുപ്പിച്ച ആശമാർ. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ തലമുണ്ഡനം ചെയ്ത് പ്രതിഷേധം. അവകാശങ്ങൾ നേടിയെടുക്കാൻ ജീവൻ കളയാനും തയ്യാറെന്ന് മുന്നറിയിപ്പ്. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതി നിങ്ങൾ ചെയ്യും. റീ എഡിറ്റിംഗിലും ഖേദപ്രകടനത്തിലും തീരാതെ എമ്പുരാൻ വിവാദം. പൃഥ്വിരാജിന് ദേശവിരുദ്ധരുടെ ശബ്ദമെന്ന് RSS മുഖപത്രം. റീ എഡിറ്റിംഗ് വേണ്ടിയിരുന്നില്ലെന്ന് മന്ത്രിമാരായ സജി ചെറിയാനും പി രാജീവും. റീസെൻസറിംഗ് നടത്തിയതിൽ മുരളി ഗോപിക്ക് അതൃപ്തിയെന്ന് സൂചന. പൃഥ്വിരാജിനെതിരായ ആക്രമണം ചെറുക്കുമെന്ന് മല്ലിക സുകുമാരൻ. എമ്പുരാൻ ടീമിനെ പിന്തുണച്ച ആസിഫ് അലി. വഖഫ് ബില്ലിലെ KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്ര സർക്കാർ. KCBC വാർത്താക്കുറിപ്പ് പങ്കുവെച്ച് കിരൺ റിജിജു. വെട്ടിലായി കോൺഗ്രസ്. ബിൽ ചൊവ്വാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാൻ നീക്കം. ചെറിയ പെരുന്നാൾ ആഘോഷത്തിൽ വിശ്വാസികൾ. ലഹരിക്കെതിരെ പോരാടാൻ ആഹ്വാനം. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്ബോധനം എല്ലാ പള്ളികളിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും. ഗ്രാൻഡ് മസ്ജിദിലെ നിസ്കാരവും പ്രഭാഷണത്തിനും ശേഷം ജനനിര എന്നൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറമെ ഒമാനിലും പെരുന്നാൾ ആഘോഷം. ചർച്ചകൾക്ക് തയ്യാറെന്ന യാക്കോബായ സഭയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. രാജ്യത്തെ നിയമം അംഗീകരിക്കാൻ ആദ്യം തയ്യാറാകണം. മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറി വെച്ചിരിക്കുന്ന പള്ളികൾ തിരികെ നൽകണമെന്നും ഓർത്തഡോക്സ് സഭ. വീണ്ടും കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച് ശശി തരൂർ. ഇത്തവണ പ്രശംസ കോവിഡ് കാലത്തെ വാക്സിൻ നയത്തിൽ. വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തിയെന്ന് തരൂർ. സ്വാഗതം ചെയ്ത് BJP. MA ബേബി CPM ജനറൽ സെക്രട്ടറിയാകുമോ? പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് MA ബേബി. സീനിയോറിറ്റി പരിഗണിക്കാൻ സർക്കാർ സർവീസ് അല്ലെന്നും പ്രതികരണം. അശോക് ദാബ്ലെയുടെ പേരും ചർച്ചയിൽ. പുതിയ പദ്ധതികൾക്ക് അനുമതി തേടി 2020. വൈദ്യുതി ചാർജിന്റെ 25% പഞ്ചായത്ത് വഹിക്കും. പാചകവാതകത്തിന്റെ 25% നൽകും. പദ്ധതി നടപ്പിലാക്കുക കിഴക്കമ്പലം, ഐക്കരനാട് പഞ്ചായത്തുകളിൽ. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. മുംബൈ ഇറങ്ങുന്നത് ആദ്യ ജയം തേടി. വിജയം തുടരാൻ കൊൽക്കത്ത. വാർത്തയിലേക്ക് വിശദമായി. തലമുണ്ഡനം ചെയ്തും മുടി മുറിച്ചും പ്രതിഷേധിച്ച് ആശാപ്രവർത്തകർ. വേണ്ടിവന്നാൽ ജീവൻ കളയാനും തയ്യാറാണെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. രാപ്പകൽ സമരം 50ഉം നിരാഹാര സമരം 12ാം ദിവസത്തിലേക്കും കടന്നു. നിരവധി സമരങ്ങൾക്ക് സാക്ഷിയായ സെക്രട്ടേറിയറ്റ് മുൻവശം ഇന്ന് കണ്ടത് അസാധാരണവും അതിവൈകാരികവുമായ സമരരൂപം. ആദ്യം അഴിച്ചിട്ട മുടിയുമായി ആശമാരുടെ പ്രകടനം. പിന്നെ ഒരു കൂട്ടം സ്ത്രീകൾ ഒന്നിച്ച് മുടിമുറിച്ചു. ചിലർ തലമുണ്ഡനം ചെയ്തു. കണ്ണീരുമായി സർക്കാരിനെതിരെ ശാപവർഷം. മുടി മാത്രമല്ല, ജീവനും ത്യജിക്കാൻ തയ്യാറെന്ന ഭീഷണി. അതിന് കൂലി ചോദിച്ചതുകൊണ്ടായി ഇത്രയും മാത്രം ഗതികെട്ട് വയ്പ്പിക്കാൻ പറ്റത്. ഇനി ഇതിൽ നിൽക്കില്ല. ഇനി ഇതിനൊരു തീരുമാനം എടുത്തില്ല
എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ആർക്കും നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റൂല. ആ രീതി ഞങ്ങൾ ചെയ്യും. ഇത് ഉറപ്പാണ്. ഇതെന്റെ തലയിലടിച്ച് പറയണം. ഇത് സത്യം. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ചെയ്യും. ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ചെയ്യും. സത്യമായിട്ടും ചെയ്യും. അവധി ദിനത്തിലും സമരപ്പന്തലിലെ പങ്കാളിത്തത്തിന് കുറവില്ല. വൈദികരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പിന്തുണയുമായി ഇന്നും സമരപ്പന്തലിലെത്തി. കഴിഞ്ഞ 3 തവണ ഈ സമരപ്പന്തലിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ തീവ്രമായ ഒരു വികാരമാണ് തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. മനസാക്ഷിയുള്ള ആർക്കും ഇന്നത്തെ ഈ ദിവസം ഇവരുടെ കൂടെ വരാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ചെയ്തേ മതിയാവൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ന്യൂസ് 18 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടി മുറിച്ച് പ്രതിഷേധത്തിന് ആലപ്പുഴയിലെ ആശമാരുടെ ഐക്യദാർഢ്യവും. തലവടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലാണ് മുടി മുറിച്ച് ആശാവർക്കർമാർ പ്രതിഷേധിച്ചത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തലവടി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എമ്പുരാൻ വിവാദം അവസാനിക്കുന്നില്ല. പൃഥ്വിരാജിനെതിരെ വീണ്ടും വിമർശനവുമായി RSS മുഖപത്രം ഓർഗനൈസർ. പൃഥ്വിയുടേത് ദേശവിരുദ്ധ ശബ്ദമെന്നാണ് വിമർശനം. സിനിമ റീ എഡിറ്റ് ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. വിമർശകർ പൃഥ്വിയെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെന്ന് മല്ലിക സുകുമാരൻ വിമർശിച്ചു. വിവാദങ്ങൾ കത്തുമ്പോഴും മുരളി ഗോപി പ്രതികരിച്ചിട്ടില്ല. റീ എഡിറ്റ് ചെയ്ത എമ്പുരാന്റെ പതിപ്പ് നാളെ തിയേറ്ററുകളിലെത്തിയേക്കും. സാങ്കേതിക കാരണമാണ് വൈകുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ചിത്രം റീ എഡിറ്റ് ചെയ്തിട്ടും ഖേദം പ്രകടിപ്പിച്ചിട്ടും പൃഥ്വിരാജിനെതിരായ ആക്രമണം തുടരുകയാണ്. പൃഥ്വിരാജിനെ ദേശവിരുദ്ധരുടെ ശബ്ദമെന്നാണ് RSS മുഖപത്രമായ ഓർഗനൈസറിലെ ലേഖനത്തിലെ വിമർശനം. സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരിൽ ഒരാളാണ് പൃഥ്വിരാജെന്നും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തെ പിന്തുണച്ചുവെന്നും വിമർശിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യത്തെയും ദുർബലപ്പെടുത്താനാണ് പൃഥ്വിരാജ് ശ്രമിക്കുന്നത്. സിനിമയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രമായ സയ്യിദ് മസൂദ് എന്നത് ഭീകരവാദ സംഘടനയുടെ നേതാവിന്റെ പേരാണ്. അത് മനഃപൂർവ്വമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയതെന്നും ഓർഗനൈസർ ആരോപിക്കുന്നു. ഇത്തവണ സഹോദരൻ ഇന്ദ്രജിത്തിനെയും വെറുതെ വിട്ടില്ല ഓർഗനൈസർ. അതേസമയം സിനിമ കാണില്ലെന്ന നിലപാട് ആവർത്തിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. All I have said yesterday is, given the controversy around the movie and given the feedback that I have received, I have chosen not to watch it. സിനിമ റീ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. അസഹിഷ്ണുതയുള്ളവരാണ് എതിർക്കുന്നതെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവെന്നും മന്ത്രി വിമർശിച്ചു. റീ എഡിറ്റ് ചെയ്യിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് മന്ത്രി P. രാജീവും പ്രതികരിച്ചു. സിനിമ എടുക്കുന്നവരെ രാജ്യദ്രോഹിയാക്കുന്നത് ശരിയല്ലെന്നും മന്ത്രി. സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഒരു സിനിമ എന്ന നിലയിൽ ഒരു കലാപ്രവർത്തനത്തിൽ കാണിക്കുമ്പോൾ അതിന് അസഹിഷ്ണുതയോടെ കാണേണ്ട കാര്യമില്ല. അപ്പോൾ അസഹിഷ്ണുത ഉള്ളവരാണ് ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്നത്. സിനിമ നടത്തുമ്പോൾ അത്തരത്തിൽ ആളുകളെ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കും. ആ നിലപാട് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ്. ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിലപാടുകൾ പറയരുത് എന്നൊരു സന്ദേശം കൈമാറാനാണ് അത്തരം സമീപനങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത്. പൃഥ്വിക്കെതിരായ ആക്രമണങ്ങളിൽ ശക്തമായ മറുപടി നൽകിയാണ് മല്ലിക സുകുമാരൻ. പൃഥ്വിരാജിന്റെ ജാതകം RSSന്റെ മുഖപത്രത്തിന് അറിയില്ലെന്നാണ് മല്ലിക സുകുമാരന്റെ മറുപടി. പൃഥ്വിക്ക് സിനിമയിൽ തന്നെ ശത്രുക്കളുണ്ടെന്നും ഇവിടെ നിന്ന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് അവർ പത്രത്തിൽ പറയുന്നതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. സിനിമ കണ്ട ശേഷം മേജർ രവി ചരിത്ര നേട്ടമെന്നാണ് പുകഴ്ത്തിയതെന്നും പിന്നീടാണ് വിമർശനവുമായി രംഗത്തെത്തിയതെന്നും മല്ലിക സുകുമാരൻ പരിഹസിച്ചു. എമ്പുരാന്റെ സ്ക്രിപ്റ്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിച്ചതാണ്. ഒടുവിൽ പൃഥ്വിയെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്നാണ് ന്യൂസ് 18നോട് പറഞ്ഞത്. ചിത്രം റീസെൻസറിംഗ് നടത്തിയതിൽ മുരളി ഗോപിക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. എമ്പുരാൻ ടീമിന് പൂർണ്ണ പിന്തുണ നൽകി നടൻ ആസിഫ് അലിയും രംഗത്തെത്തി. നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്തവർ ഒളിച്ചിരുന്ന് കല്ലെറിയുകയാണ്. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക, അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ എല്ലാവരും എന്താ ചെയ്യുക, ന്യായം എന്താണെന്ന് നമുക്ക് തോന്നുന്നത് ആരുടെ കൂടെയാണോ അവരുടെ കൂടെ നമ്മൾ നിൽക്കുമല്ലേ, നമ്മൾ
ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമ്മളുടെ ഇനിയുള്ള പ്രതികരണങ്ങളും, എല്ലാ കാലത്തും പ്രതികരണങ്ങളും. എന്നെ എമ്പുരാൻ കണ്ട എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 5:30 ഷോ. മേജർ രവിക്കെതിരെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസ്താവന ഇറക്കി. ഓന്ത് നിറം മാറുന്നത് പോലെയാണ് മേജർ രവിയുടെ നിലപാട്. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിനെ മാപ്പ് പറഞ്ഞെന്ന തരത്തിൽ പ്രചരിപ്പിച്ചത് മേജർ രവിയാണെന്നും മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എമ്പുരാൻ സിനിമ റീ എഡിറ്റിംഗിനെതിരെ മലങ്കര ഓർത്തഡോക്സ് സഭ. തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോർ മാർ മിൽത്തിയോസ് ആണ് രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു വിമർശനം. ഒരു സിനിമയെ കൊന്നു, കൊലപാതകങ്ങൾ തുടരുന്നു എന്നായിരുന്നു വിമർശനം. ഫേസ്ബുക്ക് പേജിൽ പൃഥ്വിരാജ് പങ്കുവച്ച എമ്പുരാൻ പോസ്റ്റ് തിരുത്തി. ലോഗോയിൽ മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും പേര് ഒഴിവാക്കിയായിരുന്നു ആദ്യ പോസ്റ്റ്. നേരത്തെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്ന പോസ്റ്റുകളിൽ ആശീർവാദ് സിനിമാസിന്റെയും മോഹൻലാലിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും പേരുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പങ്കുവച്ച പോസ്റ്ററിൽ പൃഥ്വിരാജിന്റെയും മുരളി ഗോപിയുടെയും പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. പോസ്റ്റ് ചർച്ചയായതോടെ റീ എഡിറ്റ് ചെയ്ത് മോഹൻലാലിന്റെ പേര് ചേർത്തു. മേജർ രവിക്കെതിരെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ രംഗത്ത്. ഓന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവമാണ് മേജർ രവിക്ക്. അണിയറ പ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി പ്രചരിപ്പിച്ചു. ഖേദപ്രകടനം മാപ്പാക്കി ചിത്രീകരിക്കാൻ കാരണം മേജർ രവിയുടെ പ്രസ്താവനയാണ് എന്ന് ഫാൻസ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. ചർച്ചകൾക്ക് തയ്യാറാണെന്ന യാക്കോബായ സഭയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. ആത്മാർത്ഥതയോടെയാണ് പറഞ്ഞതെങ്കിൽ മലങ്കരയിൽ സമാധാനമുണ്ടാകും. രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുന്നുവെന്ന് പറയാൻ ആദ്യം യാക്കോബായ സഭ തയ്യാറാകണം. മറ്റൊരു സഭയായി നിലകൊള്ളാനാണ് തീരുമാനമെങ്കിൽ കയ്യേറി വെച്ചിരിക്കുന്ന പള്ളികൾ തിരികെ നൽകണമെന്നും ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. ചൊവ്വാഴ്ച ലോക്സഭാ ബിൽ അവതരിപ്പിക്കാനാണ് നീക്കം. അതിനിടെ ബില്ലിനെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ പിന്തുണയ്ക്കണമെന്ന KCBC നിലപാട് കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കെ ബിൽ ധൃതി പിടിച്ചു കൊണ്ടുവരേണ്ട എന്ന അഭിപ്രായം NDAയിലുമുണ്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ നടപ്പു സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ബജറ്റ് സമ്മേളനം അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബിൽ പാസാക്കിയെടുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. നാളത്തെ അജണ്ടയിൽ ബിൽ ഉൾപ്പെട്ടിട്ടില്ല. മറ്റന്നാൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതിനിടെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നും കേരളത്തിലെ എംപിമാർ പിന്തുണയ്ക്കണമെന്നുമുള്ള KCBC സർക്കുലർ കേന്ദ്ര സർക്കാർ ആയുധമാക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും KCBC നിലപാടിനെ സ്വാഗതം ചെയ്തു. और वक्फ कानून पास होने के बाद खास करके मुसलमानों में जो गरीब तबके के लोग हैं, महिला हैं, बच्चों हैं, सबके लिए बहुत बड़ा लाभ होने वाला है और देश के लिए भी ये बहुत फायदा वाला कानून है और इसको सब लोग मिलकर के समर्थन करना चाहिए. ബില്ലിനോട് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിയോജിപ്പ് തുടരുമ്പോൾ ബില്ലിലെ എല്ലാ വ്യവസ്ഥകളും എതിർക്കുന്ന നയം സ്വീകരിക്കേണ്ടതില്ലെന്ന നിലപാട് ചില കോൺഗ്രസ് അംഗങ്ങൾക്കുണ്ട്. KCBC സർക്കുലർ ചർച്ച ചെയ്യണമെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ബില്ല് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ ഒരു കൃത്യമായ രൂപം വന്നിട്ടില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പുതിയ ബില്ലാണ് ഇനി വരാൻ പോകുന്നത്. ആ ബില്ലിലെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അതേസമയം ബില്ലിൽ NDAയിലും BJPയിലും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് 6 മാസം മാത്രം ബാക്കി നിൽക്കെ ബിൽ മാറ്റിവെക്കണമെന്നാണ് ആവശ്യം. ബില്ലിനെ പരസ്യമായി എതിർക്കാത്ത JDUവിനും TDPക്കും മേൽ സമ്മർദ്ദം ശക്തമാണ്. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മുസ്ലിം സംഘടനകൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വഖഫ് നിയമ ഭേദഗതിയെ രൂക്ഷമായി വിമർശിച്ച് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. വഖഫ് നിയമ ഭേദഗതി വിശ്വാസത്തിനെതിരാണ്. വഖഫ് അള്ളാഹുവിന്റെ ധനമാണ്. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസികളാണ്. ബിൽ പാസായാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ഇമാം പങ്കുവച്ചു. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ലഹരിക്കെതിരെ നാടെങ്ങും ഒരുമിക്കുമ്പോൾ ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ വേദി കൂടിയായി ഈദ്ഗാഹുകൾ മാറി.
വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷമെത്തിയ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും ബന്ധുക്കളെ സന്ദർശിച്ചും സൗഹൃദം പുതുക്കിയും വിപുലമായ ആഘോഷങ്ങളാണ് എല്ലായിടത്തും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെ വേദി കൂടിയായിരുന്നു ഇത്തവണ ഈദ്ഗാഹുകൾ. ലഹരിക്കെതിരെ സർക്കാരും മാധ്യമങ്ങളും നടത്തുന്ന ക്യാമ്പയിനുകളെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണമെന്ന തിരുവനന്തപുരം പാളയം ഇമാം VP ഷുഹൈബ് മൗലവി ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ നിൽക്കണം. ഈ റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരി അടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. മലപ്പുറം കോട്ടപ്പടിയിലും മാദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിലും വിപുലമായാണ് ഈദ്ഗാഹ് നടന്നത്. മാദിൻ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ഈദ്ഗാഹിന് ശേഷം SYS ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ജനനിര എന്ന് പേരിട്ട ക്യാമ്പയിൻ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയവും മറൈൻ ഡ്രൈവും കേന്ദ്രീകരിച്ചായിരുന്നു ഈദ്ഗാഹ് നടന്നത്. കലൂരിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് സുബൈർ PDAക്കൽ നേതൃത്വം നൽകി. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ ലഹരിക്കെതിരായ പ്രതിജ്ഞ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് കുറ്റിക്കടവ് ചൊല്ലിക്കൊടുത്തു. ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരായ സന്ദേശം പകരുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും. ഓരോ വീടുകളിലും ലഹരിക്കെതിരായ ഉദ്ബോധനം എത്തിച്ചേരേണ്ടതുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലഹരി പോലെ തന്നെ തിരിച്ചറിഞ്ഞ് നിർമ്മാർജ്ജനം ചെയ്യേണ്ട ഒന്നാണ് വർഗീയതയെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. സാംസ്കാരികമായ ഒരു വലിയ അധപതനം ഈ ഒരു ലഹരി ഉപയോഗിച്ചിട്ട് വന്നിരിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളത് സാമൂഹികപരമായ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ഒരു പരിശുദ്ധമായ ഈ റമളാൻ മാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു. എല്ലാ ഇഫ്താർ പാർട്ടികളിലും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ലഹരിയാണ്. അവിടെയാണ് ഉത്ഭവം. അതും ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് മദ്യമായാലും മയക്കുമരുന്നായാലും ഒക്കെ. മദ്യത്തിനും പിന്നെ അളവ് കൂടിയാൽ മനുഷ്യനെ ഏത് ലെവലിലും എത്തിക്കാനുള്ള ഇതുണ്ടല്ലോ, ആ സ്വബോധം പോകുമല്ലോ. സ്വബോധം പോകുന്നതാണ് പ്രശ്നം. ലഹരിക്ക് എതിരായി സമൂഹം ഉറച്ചു നിന്നാൽ തീർച്ചയായും ലഹരി ഇല്ലാതാവും. ഒരു സംശയവും എനിക്ക് കാര്യത്തിലില്ല. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒക്കെയാണല്ലോ ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലിതില്ലല്ലോ, നമ്മുടെ കുട്ടികളിത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പലപ്പോഴും അനുഭവങ്ങളും സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നവരിൽപ്പെട്ടവരാണ് അതിലേക്ക് പെടുന്നത്. അപ്പോൾ അത് ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മഹലും എല്ലാവരും ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവോടെ ഒറ്റക്കെട്ടായ രീതിയിൽ ഇതിനൊക്കെ എതിർക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ. കോവിഡ് കാലത്തെ വാക്സിൻ നയം ലോക നേതൃപദവിയിലേക്ക് ഇന്ത്യയെ ഉയർത്തി. നിർണായക സമയത്ത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ചെയ്യാത്ത നിലയിൽ 100-ലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ വാക്സിൻ നൽകി. സഹായഹസ്തം നീട്ടി. ഇതിലൂടെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ വ്യത്യസ്ത സുഹൃത്തായി മാറിയെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പറഞ്ഞു. ദ വീക്കിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് പ്രശംസ. തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് BJP രംഗത്തു വന്നു. ഈ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ലെന്ന് കരുതാമെന്ന് BJP വക്താവ് ഷെഹ്സാദ് പുനേവാല പ്രതികരിച്ചു. പുതിയ ജനറൽ സെക്രട്ടറി ആരെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സെക്രട്ടറി സ്ഥാനത്തേക്ക് സീനിയോറിറ്റി പരിഗണിക്കാൻ അത് സർക്കാർ സർവീസ് അല്ല എന്നും MA ബേബി പറഞ്ഞു. അല്ല, അതെല്ലാം എന്നെക്കുറിച്ച് പല വാദപ്രചരണങ്ങളും നിങ്ങൾ നടത്താറുണ്ട്. അക്കൂട്ടത്തിൽ പരിഗണിക്കേണ്ട കാര്യമാണ്. എന്തായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് കടക്കണ്ട. എമ്പുരാനാണല്ലോ ഇപ്പോഴത്തെ വിഷയം. പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരാൻ പോവുകയാണ്. അവിടെ എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങളുണ്ട്. അല്ല, ഇതിനകത്ത് ഇത് സർക്കാർ സർവീസ് അല്ല, സീനിയറും ജൂനിയറും ഒക്കെ തീരുമാനിക്കണം. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യേണ്ടായി. ജനങ്ങൾക്കായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകളിലെയും വൈദ്യുതി ചാർജിന്റെ 25% പഞ്ചായത്ത് വഹിക്കും.
പാചകവാതകത്തിന്റെ 25% പഞ്ചായത്ത് നൽകും. കിഴക്കമ്പലം, ഐക്യനാട് പഞ്ചായത്തുകളിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. പദ്ധതി നടപ്പിലാക്കാൻ കോടതി അനുമതി വേണം. അനുമതി ലഭിച്ചാൽ ഉടൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് സാബു എം ജേക്കബ് അറിയിച്ചു. അപ്പോൾ ഈ 2 പഞ്ചായത്തുകളും ഞങ്ങളൊരു തീരുമാനമെടുത്തു. ജനങ്ങളുടെ ഈ അധിക ബാധ്യത വൈദ്യുതി ചാർജിലും ഇന്ധനത്തിലുമുള്ള ഒരു ഭാഗം പഞ്ചായത്ത് വഹിക്കുക, അവർക്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. ഓരോ വീടുകളിലും വൈദ്യുതി ചാർജിൻ്റെ 25% പഞ്ചായത്ത് അവരവരുടെ അക്കൗണ്ടിലേക്ക് തിരികെ കൊടുക്കുക. അതേപോലെ തന്നെ 25% ഇന്ധനത്തിൻ്റെ, പാചകവാതകത്തിൻ്റെയും തിരികെ കൊടുക്കുക. അതിപ്പോൾ ആദ്യം തുടക്കമെന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ പദ്ധതികൾ 25% നിർത്തിയിരിക്കുന്നത്. കാരണം പഞ്ചായത്തിൻ്റെ വരുമാനവും നീക്കിയിരിപ്പും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. കണ്ണൂരിൽ ക്ഷേത്രോത്സവ കലശത്തിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി CPM പ്രവർത്തകരുടെ ആഘോഷം. കണ്ണൂർ പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് കലശ ഘോഷയാത്ര നടന്നത്. മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികളാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചത്. മലപ്പുറം കോട്ടക്കലിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിൽ വീണ് അച്ഛനും മകനും മരിച്ചു. കുന്നത്തുപടിയിൽ ഹുസൈൻ, മകൻ ഹാരിസ് ബാബു എന്നിവരാണ് മരിച്ചത്. മാറാക്കരയിലായിരുന്നു അപകടമുണ്ടായത്. മലപ്പുറം, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. തിരുവനന്തപുരം വർക്കലയിൽ ഉത്സവം കണ്ട് മടങ്ങിയവരുടെ ഇടയിലേക്ക് റിക്കവറി വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. പേരേറ്റ് സ്വദേശിനി രോഹിണി, മകൾ അഖില എന്നിവരാണ് മരിച്ചത്. 5 പേർക്ക് പരിക്ക് പറ്റി. അമിത വേഗതയിൽ വന്ന വാഹനം സ്കൂട്ടറിൽ ഇടിച്ച ശേഷം റോഡിലൂടെ നടന്നു പോവുകയായിരുന്നവരെ ഇടിക്കുകയായിരുന്നു. പാലക്കാട് തച്ചമ്പാറയിൽ അപകടത്തിൽ ആശുപത്രി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. തച്ചമ്പാറ ചുഴിയോട് സ്വദേശി ശാന്തയാണ് മരിച്ചത്. ഇസാഫ് ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു ശാന്ത. ഭർത്താവിനൊപ്പം സഞ്ചരിച്ച ബൈക്കിൽ ലോറി ഇടിച്ചാണ് അപകടം. കൊട്ടാരക്കരയിൽ പിക്കപ്പ് വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞ് ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 4:30ക്കാണ് അപകടമുണ്ടായത്. പുനലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പിക്കപ്പ് വാൻ അമിത വേഗതയിലായിരുന്നുവെന്നാണ് കരുതുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയിൽ സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ ഒളിവിൽ തന്നെ. സുഗാന്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് പോലീസ് പറയുന്നു. മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പലപ്പോഴായി യുവാവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി പോലീസ് സ്ഥിരീകരിച്ചു. IB ഉദ്യോഗസ്ഥയായ മേഘ ട്രെയിനിനു മുന്നിൽ ചാടി ജീവനൊടുക്കി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആരോപണ വിധേയനായ സുഹൃത്ത് ഒളിവിൽ തന്നെയാണ്. മലപ്പുറം സ്വദേശി സുഗാന്തിനെ തേടി പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണ്. കുടുംബാംഗങ്ങളെയും ബന്ധപ്പെടാനായില്ലെന്നാണ് പോലീസ് പറയുന്നത്. മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് ഇയാളുടെ അക്കൗണ്ടിലേക്ക് പലതവണ പണം എത്തിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം. സുഗാന്തിന്റെ വിവരങ്ങൾ തേടി പോലീസ് IBക്ക് കത്ത് നൽകും. കൊച്ചി വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ ഇയാളുടെ അവധിയടക്കമുള്ള വിവരങ്ങളാണ് തേടുക. ആത്മഹത്യാ പ്രേരണാ കുറ്റം തെളിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങും. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് സുഗാന്ത് അറിയിച്ചതോടെയാണ് പേട്ടയിൽ ട്രെയിനിനു മുന്നിൽ ചാടി മേഘ ജീവനൊടുക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോടതിയുടെ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കെയാണ് ഏറ്റുമാനൂരിലെ 47-കാരിയെ ഭർത്താവും ഭർതൃമാതാവും ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് പോലീസ്. ഭർത്താവ് ജോമോൻ 2 തവണ കോടതി ഉത്തരവ് ലംഘിച്ച് അതിക്രമം നടത്തിയതായാണ് FIR. കോടതിയിൽ സമർപ്പിക്കേണ്ട നിർണായക തെളിവായ മൊബൈൽ ഫോണും ജോമോൻ തകർത്തു. കോടതിയുടെ സംരക്ഷണ ഉത്തരവിൽ കഴിയുന്ന വീട്ടമ്മ ആക്രമിക്കപ്പെടുന്നു. ഏറ്റുമാനൂരിലെ വീട്ടമ്മയ്ക്ക് നേരെ നടന്ന ആക്രമത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. 2 തവണയാണ് കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ജോമോൻ വീട്ടിലെത്തി വീട്ടമ്മയെ ആക്രമിച്ചത്. ജനുവരി 25-ന് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചു. മാർച്ച് 15-ന് വൈദ്യുതി വിച്ഛേദിച്ചത് തടയാൻ ശ്രമിച്ചപ്പോൾ അലൂമിനിയം ഏണി കൊണ്ട് കുത്തിയതായും ഏറ്റുമാനൂർ പോലീസിന്റെ FIR-ൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കോടതിയിൽ സമർപ്പിക്കേണ്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ അടങ്ങിയ മൊബൈൽ ഫോൺ ഭർത്താവ് ജോമോൻ തകർത്തു.
കേസിൽ ജോമോനെ അറസ്റ്റ് ചെയ്തെങ്കിലും വേഗത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തു പോവുകയായിരുന്നു. 19-കാരിയായ സ്വന്തം മകളെ അടക്കം ആക്രമിച്ചിട്ടും പ്രതി സ്വൈര്യവിഹാരം തുടർന്നു. ജോമോൻ പ്രവേശിക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ച വീട്ടിലെത്തിയാണ് അക്രമങ്ങൾ അത്രയും. പോലീസ് കേസും കോടതിയുമായി മാസങ്ങൾ കയറിയിറങ്ങിയിട്ടും നീതി മാത്രം അകലെയാണ് ഈ വീട്ടമ്മയ്ക്ക്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. IPL 18ാം സീസണിലെ 12ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. സീസണിൽ ഇതുവരെ വിജയം അറിയാത്ത മുംബൈ ഇന്ത്യൻസ് സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്ന് ആദ്യ ജയം നേടാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇറങ്ങുന്നത്. മറുഭാഗത്ത് 2ാം മത്സരത്തിൽ രാജസ്ഥാനെതിരെ ജയിച്ച കൊൽക്കത്ത വിജയവഴി തുടരാനായാണ് ഇറങ്ങുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,425 രൂപ, പവന് 67,400 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,950 രൂപ, പവന് 55,600 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ, കിലോയ്ക്ക് 1,11,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളത്തിൽ ഭവ്യ ചേരും.